കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCH 013 ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി. നമ്മുടെ MCH 013യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് essay ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. Okay, so once again, welcome to IGNO Focus 5.0 IGNO Previous Year Question Paper Ultimate Analysis MCH 013 General Physical Chemistry. Actually നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ട് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ സിലബസ് അനലൈസ് ചെയ്തിട്ട് അങ്ങനെയെല്ലാമാണ് നമ്മൾ ഈ ഒരു സെഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിൽ നമ്മൾ ഒരുപാട് പഠിച്ചു പോയാൽ നമുക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് സിലബസ് മാപ്പിംഗ് ചെയ്യാനുണ്ട്. നമുക്കറിയാം നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ടും ബ്ലോക്ക് വൈസ് ആയി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് യൂണിറ്റ് വൈസ് ആയിട്ട്. സോ ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ക്വസ്റ്റ്യൻസിനും എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, essay ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എങ്ങനെ നമ്മൾ അപ്പിയർ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതിന്റെ കൂടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹൈലി പ്രൊബബിൾ ആയിട്ടുള്ള ടോപ്പിക്സ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അതിന്റെ ബേസിസിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സിന് ഹൈ പ്രയോറിറ്റി കൊടുക്കണം, ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഫൈനലി നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ആക്ച്വലി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സിലബസും എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓരോ വർഷം തോറും ആ ഒരു പാറ്റേണിൽ ചേഞ്ച് വരുന്നത്, ക്വസ്റ്റ്യൻ പാറ്റേണിൽ എങ്ങനെയൊക്കെയാ ചേഞ്ച് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ കാര്യങ്ങളും കൂടെ ആ ഒരു ചേഞ്ചിങ് പാറ്റേണും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഓരോ കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ചേഞ്ചിങ് പാറ്റേണും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും പ്രോബബിലിറ്റി, ഹൈലി പ്രോബബിൾ ആയ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് നിങ്ങൾ ആക്ച്വലി അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ സ്ട്രാറ്റജിക്കലി ഒരു റിവിഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, വളരെ കോൺഫിഡന്റോട് കൂടെ എക്സാമിന് എങ്ങനെ അപ്പിയർ ചെയ്യണം, ആ കാര്യത്തിന് നിങ്ങൾക്ക് എന്തായിരിക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സെഷൻസ്. സോ നമ്മൾ ഇവിടെ സിലബസ് മാപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഹൈ റെലവൻസ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 10 ടൈംസ് അപ്പിയർ ചെയ്ത ടോപ്പിക്സ് ആയിരിക്കും. മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ 5 to 9 ടൈംസ് അപ്പിയർ ചെയ്ത ടോപ്പിക്സ് ആയിരിക്കും. ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 ടൈംസ് അപ്പിയർ ചെയ്ത ടോപ്പിക്സ് ആണ്. സോ ഇവിടെ ലോ റെലവൻസ് എന്ന് പറഞ്ഞാലും 5ൽ കുറവ് തവണ 4, 3, 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ അല്ല, മറിച്ച് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടുന്ന ടോപ്പിക്സ് ഹൈ റെലവൻസ് ടോപ്പിക്സ് ആയിരിക്കണം, ദെൻ മീഡിയം റെലവൻസ് ടോപ്പിക്സ്, ദെൻ ലോ റെലവൻസ് ടോപ്പിക്സ്. അങ്ങനെ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നമ്മൾ റെലവൻസ് സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്തല്ല സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ അല്ല ലോ റെലവൻസ് ടോപ്പിക്സ് എന്നുള്ളത്. ഓക്കെ,
സോ നമുക്ക് നോക്കാം. നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഗിബ്സ് ആൻഡ് ഹെൽമോൾട്സ് ഫങ്ഷൻസ്, മാക്സ്വെൽ റിലേഷൻസ്, അതുപോലെ യൂണിറ്റ് 2 പാർഷ്യൽ മോളാർ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പൊട്ടൻഷ്യൽ, ഫ്യൂഗാസിറ്റി. ഇത് അതുപോലെ യൂണിറ്റ് 4 ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, പാർട്ടീഷൻ ഫങ്ഷൻസ്. ഇതെല്ലാം 14, 12, 10 തവണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. എന്നാൽ യൂണിറ്റ് 3 പ്രൊബബിലിറ്റി തിയറി, സ്റ്റിർലിംഗ് അപ്രോക്സിമേഷൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. 7 തവണയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 സോളിഡ് സ്റ്റേറ്റ് ആൻഡ് റിയാക്ഷൻ റേറ്റ് തിയറീസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 5 ക്രിസ്റ്റൽ ലാറ്റിസസ്, മില്ലർ ഇൻഡിസസ്, എക്സ്റേ ഡിഫ്രാക്ഷൻ, അതുപോലെ യൂണിറ്റ് 8 ലിഡ്മാൻ ഹിൻഷൽവുഡ് RRK തിയറി. ഇതെല്ലാം മീഡിയം റെലവന്റ് ടോപ്പിക്സ് ആണ്. 9ഉം 8ഉം തവണയായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 7 കൊളീഷൻ തിയറി, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. 11 തവണ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 6 സിമെട്രി എലമെന്റ്സ്, ബ്രേവിസ് ലാറ്റിസ്, അത് ലോ റെലവന്റ് ടോപ്പിക്സ് ആണ്. 3 തവണ ചോദിച്ചിട്ടുള്ളൂ. ഇനി ബ്ലോക്ക് 3 കൈനറ്റിക്സ് ആൻഡ് കാറ്റാലിസിസ് എന്ന ബ്ലോക്കിനകത്ത് യൂണിറ്റ് 11 ഹോമോജീനസ് ആൻഡ് ഹെറ്ററോജീനസ് കാറ്റാലിസിസ്, യൂണിറ്റ് 12 മൈക്കിൾസ് മെന്റൻ കൈനറ്റിക് ആൻഡ് എൻസൈം ഇൻഹിബിഷൻ. ഈ 2 ടോപ്പിക്കും ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. 10ഉം 12ഉം തവണയായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അതേസമയം യൂണിറ്റ് 10 യൂണിറ്റ് 9 റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ, സോൾട്ട് എഫക്ട്, യൂണിറ്റ് 10 ഫാസ്റ്റ് റിയാക്ഷൻസ്, ഫ്ലോ ആൻഡ് റിലാക്സേഷൻ മെത്തേഡ്. ഇത് മീഡിയം റെലവന്റ് ടോപ്പിക് ആണ്. 6ഉം 9ഉം തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് ഫിനോമിന എന്ന ബ്ലോക്കിനകത്ത് യൂണിറ്റ് 13 ഡിബൈ ഹക്കൽ തിയറി, അയോണിക് അറ്റ്മോസ്ഫിയർ, അതൊരു ഹൈ റെലവന്റ് ടോപ്പിക്. 11 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 14 ആക്ടിവിറ്റി ആൻഡ് ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്, ലിമിറ്റിംഗ് ലോ, യൂണിറ്റ് 15 ഡിഫ്യൂഷൻ വിസ്കോസിറ്റി, ഫിക്സ്ഡ് ലോ, യൂണിറ്റ് 16 തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. ഇതെല്ലാം മീഡിയം റെലവന്റ് ടോപ്പിക്സ് ആണ്. 8ഉം 9ഉം 5ഉം തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ. സോ നമ്മളിപ്പം പറഞ്ഞ, അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഹൈ റെലവന്റ് ആണ്, ലോ റെലവന്റ് ആണ്, ആ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ ബേസിസിൽ സെറ്റ് ചെയ്തിട്ടുള്ള സെയിം ഡാറ്റയുടെ ബാർ ചാർട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് അനലൈസ് ചെയ്താൽ ബ്ലോക്ക് 1ഉം 3ഉം എന്താണ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ബ്ലോക്സ് ആണ്. 2ഉം 4ഉം ഇമ്പോർട്ടന്റ് തന്നെയാണ്. മീൻസ് എല്ലാതും ഏകദേശം ഒരേ ലെവൽ, 2, 3, 4 എല്ലാം ഏകദേശം ഒരേ ലെവൽ തന്നെയാണ് വരുന്നത്. സോ എന്താണ്, നമുക്ക് 4 ബ്ലോക്കും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് 1 കവർ ചെയ്യണം, ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 4, ദെൻ ബ്ലോക്ക് 2. ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞ സെയിം ഡാറ്റയുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് ഹൈൽഡ് ടോപ്പിക്സ്? ഹൈൽഡ് ടോപ്പിക്സ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ആക്ച്വലി ഫ്രീക്വന്റ് ആയിട്ട് വളരെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഗിബ്സ് ആൻഡ് ഹെൽമോൾട്സ് ഫങ്ഷൻസ് എന്നുള്ളത്. അവിടുന്ന് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം, ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം, ന്യൂമറിക്കൽ പ്രോബ്ലംസും എക്സ്പെക്ട് ചെയ്യണം. മെയിൻ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് വരാനുള്ള ഒരു പേപ്പർ ആണ് MCH 013 ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി എന്നുള്ളത്. സോ നമ്മൾ ഈ ഒരു പേപ്പറിൽ നിന്ന് മാക്സിമം പ്രോബ്ലംസ് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ. മാക്സ്വെൽ റിലേഷൻസ് അവിടെ നിന്നെല്ലാം എന്ത് ചെയ്യും, ഡെറിവേഷൻസ് എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മൈക്കിൾസ് മെന്റൻ കൈനറ്റിക്സ്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 വരുന്ന ഒരു ടോപ്പിക്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ആൾട്ടർനേറ്റീവ് പേപ്പറിലായിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. അവിടുന്ന് ഡെറിവേഷൻസും ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഡിബൈ ഹക്കൽ തിയറി, അവിടുന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതായത് അയോണിക് സ്ട്രെങ്ത് കാണാനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, തിയറിറ്റിക്കൽ അസംഷൻസ്, അതായത് ഈ ഒരു തിയറിയുടെ തിയറി ബേസിസും എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ്. ഷോർട്ട് ആൻഡ് ഡെഫിനേഷൻ, അതായത് കോൺസെപ്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 2 മാർക്ക് റേഞ്ചിനൊക്കെ ചോദിക്കാം. അങ്ങനെ 2 മാർക്ക് റേഞ്ചിനൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിന്റെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. ഒരു 40 to 60 വേർഡ്സിൽ. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരു 3 to 5 മാർക്സിനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസും
ഇക്വേഷൻസും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 150 വേർഡ്സിൽ ഒരു 1 പേജിൽ ആ ഡെറിവേഷൻ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യുക. 4 to 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഇനി ഡയഗ്രമാറ്റിക് ഗ്രാഫിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു ഗ്രാഫ് ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ ഇപ്പൊ ബ്രോൺസ്റ്റഡ് ജെറം പ്ലോട്ട് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ഒരു ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതൊരു 3 to 4 മാർക്സിനൊക്കെ ചോദിക്കാറുള്ളത്. സോ എന്ത് ചെയ്യുക, ആ ഗ്രാഫ് സ്കെച്ച് ചെയ്യാം. അതുപോലെ ആ ഗ്രാഫിന്റെ ചെറിയ എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം. ഇനി ഷോർട്ട് നോട്ട് മെക്കാനിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4 to 6 മാർക്സിനൊക്കെയാണ് വരാറുള്ളത്. അതൊരു മാക്സിമം 130 വേർഡ്സിൽ അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കുക. തിയറിറ്റിക്കൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാക്സിമം 10 മാർക്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. സോ മാക്സിമം ഒരു 300 വേർഡ്സിൽ നമ്മൾ അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു എന്താ പറയാ ടോപ്പിക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീപ്പ് ആയിട്ടുള്ള നോളേജ് നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് കവർ ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് ഇനി ഫോക്കസ്ഡ് ആയിട്ട് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയും എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? ഷോർട്ട് ഡെഫിനിഷൻ കോൺസെപ്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില ലോസ്, കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ചില തിയറീസ്, ഇപ്പൊ ഗിബ്സ് എനർജി, കൊളീഷൻ തിയറി പോലുള്ള അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള വളരെ കൺസൈസ് ആയിട്ടുള്ള എന്ത് ചെയ്യുക വളരെ പ്രിസൈസ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്. ഇപ്പൊ എന്താണ് ഗിബ്സ് എനർജി അല്ലെങ്കിൽ എന്താണ് കൊളീഷൻ തിയറി എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് അത് എന്ന് വളരെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 or 2 എക്സാമ്പിൾസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അപ്ലിക്കേഷൻസും കൂടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളും ഒരു അപ്ലിക്കേഷനും ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇനി ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം 5 മാർക്സിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടോ ആ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ആൻസർ ബുക്ക്ലെറ്റിലോട്ട് എടുത്തെഴുതാം. അതുപോലെ ആ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂഷൻസ് പ്രോപ്പർ ആയിട്ട് കാണിക്കുക, സോൾവ് ചെയ്യാൻ പറ്റുന്ന അതായത് ആൻസർ ബുക്ക്ലെറ്റിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് എല്ലാം കാണിക്കുക. ആൻസർ വിത്ത് യൂണിറ്റ് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. യൂണിറ്റ് ഒരിക്കലും മറന്നു പോകരുത്, വിത്ത് യൂണിറ്റ് ആയിരിക്കും മാർക്ക് വരുന്നത്. ഓക്കെ, സോ ആൻസർ വിത്ത് യൂണിറ്റ് തന്നെ എന്ത് ചെയ്യണം എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ മെക്കാനിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ചെയ്യുക ആ ഒരു മെക്കാനിസത്തിന് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുക. വളരെ കോൺസെപ്റ്റ് വളരെ എന്താ പറയാ ജസ്റ്റ് വളരെ കൺസൈസ് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് കാണിക്കുക. മെക്കാനിസംസും അതിന്റെ ലിമിറ്റേഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുക. വളരെ സ്ട്രക്ചർ ചെയ്തിട്ട് പാരഗ്രാഫായി തിരിച്ചിട്ട് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതാം. മെക്കാനിസംസും എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈക്കിൾ മെന്റൻ മെക്കാനിസം ഒക്കെ പൊതുവെ ചോദിക്കാറുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാം. പിന്നെ ഡെറിവേഷൻ, ഫോർമുല, പ്രൂഫ് അതുപോലത്തെ ഡെറിവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പൊ അരീനിയസ് ഇക്വേഷന്റെ ഡെറിവേഷൻ, മാക്സ്വെൽ റിലേഷന്റെ ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തു പോകണം. വളരെ നീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തെറ്റിപ്പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഇപ്പൊ ഹെൽമോൾസ് എനർജിയിൽ നിന്നാണ് മാക്സ്വെൽ റിലേഷൻ ഡിറൈവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹെൽമോൾസ് എനർജിയുടെ ഫംഗ്ഷൻസ്, ഹെൽമോൾസ് എനർജി ഇതിന്റെ ഒക്കെ ഫംഗ്ഷൻ ആണ്. സോ ഹെൽമോൾസ് എനർജി DA നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം. അങ്ങനെ ഓരോന്നും മീൻസ് ഇപ്പം ഹെൽമോൾസ് എനർജി എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ആ കാര്യം നമ്മൾ എഴുതണം. സെന്റൻസ് എഴുതിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ബ്രാക്കറ്റിൽ ടെമ്പറേച്ചറും വോളിയവും കാണിക്കണം. അങ്ങനെ ഓരോ കാര്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഡെറിവേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ ബ്ലോക്ക് 1 തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ അല്ല, ഓരോ ബ്ലോക്കിൽ എത്രത്തോളം മാർക്സിന് നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സോ ബ്ലോക്ക് 1 തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന ബ്ലോക്കിൽ നിന്ന് ആവറേജ് ഒരു 13 മാർക്കിന് എന്ത് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 26%, ടോട്ടൽ 15 മാർക്സിന്റെ 26% ബ്ലോക്ക് 1 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 2 നിന്നാണ് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് റിയാക്ഷൻ റേറ്റ് തിയറീസ് എന്ന ബ്ലോക്കിനകത്ത് നിന്ന് ഓവറോൾ ഒരു 22%ഓളം മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 3 നിന്ന് കൈനറ്റിക്സ് ആൻഡ് കറ്റാലിസിസ് എന്ന ബ്ലോക്കിൽ നിന്ന് 28%,
ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 4 ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് ഫിനോമിന എന്ന ബ്ലോക്കിൽ 24% എന്ത് ചെയ്യാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഓരോ ബ്ലോക്കും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് തന്നെയാണ്, ഒന്നും അധികം ഡിഫറൻസ് വരുന്നില്ല. സോ ഓരോ ബ്ലോക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ബ്ലോക്ക് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ്. അതായത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും വരുന്ന ഒരു ട്രെൻഡ് ഡിസംബർ 2024 ടു ജൂൺ 2025 ആയപ്പോഴേക്കും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലുള്ള ട്രെൻഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഗ്രീൻ ലൈനിൽ കാണിച്ചിട്ടുള്ളത് ഷോർട്ട് നോട്ട് മെക്കാനിസം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതെന്താണ്, അത് കുറയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേസമയം ഷോർട്ട് ഡെഫിനീഷൻ കോൺസെപ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡെറിവേഷൻ ഫോർമുല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ന്യൂമറിക്കൽ പ്രോബ്ലംസും ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ജൂൺ 25 ആയപ്പോഴേക്കും. ഓക്കെ, സോ ഇനി നമ്മൾ ആ കാര്യമാണ് പറയാൻ പോകുന്നത്. സോ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആക്ച്വലി ഒരു സ്റ്റഡി ഇൻക്രീസ് ആണ് വരുന്നത്, അല്ല ഒരു 18%ഓളം 2022 ടു ജൂൺ 2025 ആയപ്പോഴേക്കും ഒരു 18%-ൽ നിന്ന് 23%-ലോട്ട് എന്താണ് ഒരു സ്റ്റഡി ഇൻക്രീസ് ആണ് വരുന്നത്. എന്നാൽ അതേ സമയം ഡെഫിനിഷൻ, അതായത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഡെറിവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്താണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. ഷോർട്ട് മെക്കാനിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഡെറിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇൻക്രീസ് ചെയ്യാണ് വന്നിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? നമുക്കറിയാം നമ്മുടെ 2 hour എക്സാം ആയിരിക്കും, 50 മാർക്സിനാണ് നമ്മുടെ എക്സാം വരുന്നത്. സോ കമ്പൽസറി ഷോർട്ട് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതെന്ത് ചെയ്യുക, 20% മാർക്സും ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാകുക. സോ 25 മിനിറ്റ്സ് നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളും എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസും എല്ലാം കൊടുത്തിട്ട് വിത്തിൻ 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഷോർട്ട് കോൺസെപ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് 25%-നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 30 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് പ്രോബ്ലംസും കവർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സ്റ്റെപ്സും കാണിക്കണം, യൂണിറ്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം, മാക്സിമം എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മാക്സിമം നമുക്കൊരു 25%-ന് എക്സ്പെക്ട് ചെയ്യാം. സോ അതും എന്ത് ചെയ്യുക, ഒരു ഹാഫ് ആൻഡ് അവർ 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വളരെ നീറ്റ് ആയിട്ട് ഓരോ ഫോർമുലാസ് എഴുതുക. ഫൈനലായി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന കാര്യം ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഷോർട്ട് നോട്ട് മെക്കാനിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് 30% മാർക്സിന് വരാൻ ചാൻസ് ഉള്ളത്. സോ അതും എന്ത് ചെയ്യുക, ഒരു 35 മിനിറ്റ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിനകത്ത് ഡയഗ്രാംസ്, മെക്കാനിസംസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നും തന്നെ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. സോ ഇങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടും. ആ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം. നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ബ്ലണ്ടർ എഴുതി വെച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും യൂണിറ്റ് വിട്ടുപോയിട്ടുണ്ടോ, എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് മറന്നു പോയിട്ടുണ്ടോ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ 12 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ മൈക്കിൾസ് മെന്റൻ മെക്കാനിസം ആൻഡ് ഡിറൈവ് ദ റേറ്റ് ഇക്വേഷൻ. സോ മൈക്കിൾസ് മെന്റൻ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യണം, റേറ്റ് ഇക്വേഷനും ഡിറൈവ് ചെയ്യാനുണ്ട്. സോ മൈക്കിൾസ് മെന്റൻ മെക്കാനിസം എന്ന് പറയുമ്പോൾ എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷൻ പ്രൊസീഡ് ത്രൂ ദി ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കും. എൻസൈമിനെ നമ്മൾ പൊതുവെ ഇ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്, സബ്സ്ട്രേറ്റിനെ എസ് ആയിട്ടും. സോ ഇ പ്ലസ് എസ് ഗിവ്സ് ഇ എസ് കോംപ്ലക്സ്. ദെൻ ഇ എസ് എന്തായിട്ട് മാറും, ഇ പ്ലസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഇവിടുത്തെ അസംഷൻസ് കാണിക്കണം. അസംഷൻസ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എൻസൈം കോൺസെൻട്രേഷൻ ആണ്. പിന്നെ ഇ എസ് കോംപ്ലക്സിന്റെ ഫോർമേഷൻ റാപ്പിഡ് ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷനെ കുറിച്ച് പറയണം. അതായത് അക്കോർഡിംഗ് ടു സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇ എസ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഇ എസ്, ആ കാര്യം പറയണം. പിന്നെ പ്രൊഡക്റ്റ് ഫോർമേഷൻ ഇറിവേഴ്സിബിൾ ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡെറിവേഷൻ ഓഫ് റേറ്റ് ഇക്വേഷൻ ആണ്. റേറ്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഫോർമേഷന്റെ റേറ്റ് വെച്ചിട്ടാണ്. റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഫോർമേഷൻ പറയുക, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക, മൈക്കിൾസ് മില്ലൻസ് കോൺസ്റ്റന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക,
സോ ഫൈനൽ ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. നെക്സ്റ്റ്, ഡിറൈവ് ആൻഡ് ഇന്റർപ്രറ്റ് മാക്സ്വെൽ റിലേഷൻസ് ഫ്രം തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ. മാക്സ്വെൽ റിലേഷൻ എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഹെൽമോൾസ് ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജി ആണ്. സോ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൻട്രോപ്പി ആൻഡ് വോളിയം, എൻതാൽപ്പി എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൻട്രോപ്പി ആൻഡ് പ്രഷർ, ഹെൽമോൾസ് ഫ്രീ എനർജി എ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം, ഗിബ്സ് ഫ്രീ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ ഹെൽമോൾസ് ഫ്രീ എനർജി വെച്ചിട്ടാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് എന്ന ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ അതിന്റെ ഡിഫറൻഷ്യൽ ഫോം, പിന്നെ എസ് എന്താവും എന്ന കാര്യം പറയാം, പിന്നെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. അത്രയും സ്റ്റെപ്സ് ആണ് എല്ലാ ഡെറിവേഷനിലും വരുന്നത്. ഇവിടെ നമ്മൾക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഓരോ ഇന്റേണൽ എനർജി ആവുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, ഹെൽമോൾസ് ഫ്രീ എനർജി ആവുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് അറിയാം. Okay, next question. State the Debye-Huckel limiting law and outline its assumptions. Debye-Huckel limiting law state ചെയ്യാൻ പറഞ്ഞാൽ for dilute electrolyte solutions the mean activity coefficient gamma plus minus is given by log gamma is equal to minus a z square root I, where a is a constant depending on the solvent and temperature and z is ionic charge, I is the ionic strength. ഇവിടുത്തെ അസംഷൻസ് ആയിട്ട് വരുന്നത് ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്യും, സൊല്യൂഷൻസ് വെരി ഡയല്യൂട്ട് ആയിരിക്കണം, അയോൺസിനെ നമ്മൾ പോയിന്റ് ചാർജ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻസ് ഡൊമിനേറ്റ് ചെയ്യും, സോൾവെന്റ് എന്തായിട്ട് ബിഹേവ് ചെയ്യും, ഡൈഇലക്ട്രിക് കണ്ടിന്യൂം ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അത്രയാണ് ഇവിടുത്തെ അസംഷൻസ് വരുന്നുണ്ടാവുക. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. നെക്സ്റ്റ്, ഡിറൈവ് ദ ട്രാൻസ്ലേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ട്രാൻസ്ലേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 3 ഡയമെൻഷനൽ ബോക്സ്, ഒരു വോളിയം വി ആയിട്ടുള്ള 3 ഡയമെൻഷനൽ ബോക്സിന്റെ ക്യൂ ട്രാൻസ് എന്തായിരിക്കും, ക്യൂ ട്രാൻസ് ഇസ് ഈക്വൽ ടു 2πm kT divided by h square whole raised to 3/2v, where m is the mass of molecule, k Boltzmann constant, T temperature and h Planck's constant. ഈ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ട്രാൻസ്ലേഷണൽ എനർജി ലെവൽസ് സം ചെയ്തിട്ട് ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ട്രാൻസ്ലേഷണൽ എനർജി ലെവൽസിന്റെ സമ്മിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ആ ഡെറിവേഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ കാണിക്കണം. ദെൻ 5th ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ Curie-Weiss law for magnetic susceptibility. Curie-Weiss law എന്ന് പറയുമ്പോൾ magnetic susceptibility of a paramagnetic substance is given by chi is equal to c by t minus theta, where Curie constant and theta Weiss constant. ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാനുള്ളത് മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡൈപോൾസ്, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ തീറ്റ 0 ആവുമ്പം ക്യൂരീസ് ലോ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അത് തീറ്റ 0 ആവുന്ന കണ്ടീഷനിൽ Curie-Weiss ലോ ക്യൂരീസ് ലോ ആയിട്ട് മാറും. പിന്നെ ഫെറോമാഗ്നറ്റിക് ആൻഡ് ആന്റി ഫെറോമാഗ്നറ്റിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ലിഡ്മാൻ തിയറി ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ലിഡ്മാൻ തിയറി ഡിസ്കസ് ചെയ്യാൻ പറയുമ്പം ആ മെക്കാനിസം കൂടെ നമ്മൾ പറയണം. അതായത് A plus M gives A star plus M, A star gives products. ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള മെക്കാനിസം കൊടുക്കണം. പിന്നെ അവിടുത്തെ കീ ഫീച്ചേഴ്സ്, അതായത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂണിമോളിക്കുലർ റിയാക്ഷൻസിന്റെ പ്രഷർ ഡിപ്പെൻഡൻസിനെയാണ്. റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക എനർജി ട്രാൻസ്ഫറിനായിരിക്കും ത്രൂ കൊളീഷൻ. ലിമിറ്റേഷൻസും കൂടെ പറയണം. ഇതെന്ത് ചെയ്യുന്നില്ല, കോംപ്ലക്സ് പ്രഷർ എഫക്ട് കംപ്ലീറ്റ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ സിമ്പിൾ ആക്ടിവേഷൻ മെക്കാനിസം ആണ് അസ്യൂം ചെയ്യുന്നത്. പിന്നെ ലോ കണ്ടീഷൻസിലും ലോ പ്രഷർ കണ്ടീഷനിലും ഹൈ പ്രഷർ കണ്ടീഷനിലും ഫെയിൽ ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ മിക്സ്ചേഴ്സ്. കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ പാർഷ്യൽ മോളാർ ഗിബ്സ് എനർജി. ഇപ്പൊ ഒരു പാർഷ്യൽ മോളാർ ഗിബ്സ് എനർജിയുടെ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പറയാം, ഡോ ജി ബൈ ഡോ എൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെ. ഫേസ് ഇക്വിലിബ്രിയം ഗവേൺ ചെയ്യുന്നുണ്ട്. ഓരോ കെമിക്കൽ റിയാക്ഷൻസിന്റെയും ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റൗൾസ് ലോയുടെയും ഹെൻറീസ് ലോയുടെയും എല്ലാം ബേസിസ് എന്ന കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ്, ഡിഫൈൻ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദയർ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഫിക്സ് ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ J is equal to minus D into dC by dx. Flux is proportional to concentration gradient. Second law എന്ന് പറയുന്നത് dou C by dou T is equal to D into dou square C by dou x square. ടൈം ഇൻഡിപെൻഡന്റ് ഡിഫ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് വരുന്നത്
കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൊണ്ടുള്ള മാസ് ട്രാൻസ്പോർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ സയൻസിന്റെ കൈനറ്റിക്സിലോട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ലൈൻ വ്യൂവർ ബർഗ് പ്ലോട്ട് ആൻഡ് ഡിറ്റർമിൻ വിമാക്സ്. വിമാക്സ് ആണ് ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ്, നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് ചെയ്യാം. മൈക്കിൾസ് മെന്റൻ ഇക്വേഷന്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പൊ എന്ത് കിട്ടും, 1/nu = km ഡിവൈഡഡ് ബൈ Vmax into 1 concentration of substrate plus 1/Vmax എന്ന് കിട്ടും. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. നമ്മൾ 1/nu വേഴ്സസ് 1 concentration of S പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലീനിയർ ഗ്രാഫ് കിട്ടും. അതിന്റെ സ്ലോപ്പ് ആയിട്ട് വരുന്നത് Km/Vmax ആയിരിക്കും, ഇന്റർസെപ്റ്റ് ആയിട്ട് വരുന്നത് 1/Vmax ആയിരിക്കും. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻസൈംസിന്റെ പാരാമീറ്റേഴ്സ് എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ് കാറ്റാലിസിസ് വിത്ത് എക്സാമ്പിൾ. ഹോമോജീനസ് കാറ്റാലിസിസ് എന്ന് പറയുമ്പോൾ റിയാക്ടൻസ് സെയിം ഫേസ് ആയിരിക്കും, മറ്റതില് ഡിഫറെന്റ് ഫേസ് ആയിരിക്കും. ഹോമോജീനസ് ഹൈ സെലക്ടിവിറ്റി ആണ്, ഹെട്രോജീനസ് ഈസി സെപ്പറേഷൻ ആണ്. പിന്നെ എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസും ഒക്കെ കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസും ഏത് യൂണിറ്റിലാണ് വരുന്നത് എന്ന് നോക്കാം. മൈക്കിൾസ് മെന്റൻ മെക്കാനിസം വരുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 12 വരുന്നൊരു ടോപ്പിക് ആണ്. അത് ആവറേജ് ഒരു 6 മാർക്സിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 12 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മാക്സ്വെൽ റിലേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഡിബൈ-ഹക്കൽ ലോ ബ്ലോക്ക് 4 യൂണിറ്റ് 13 വരുന്ന ഒരു ടോപ്പിക് ആണ്. ആവറേജ് 4 മാർക്സ് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ട്രാൻസ്ലേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 4 വരുന്ന ഒരു ടോപ്പിക് ആണ്. ക്യൂരി വെയ്സ് ലോ ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഒരു ടോപ്പിക് ആണ്. ലിഡ്മാൻ തിയറി ബ്ലോക്ക് 2 യൂണിറ്റ് 8 വരുന്ന ഒരു ടോപ്പിക് ആണ്. കെമിക്കൽ പൊട്ടൻഷ്യൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഫിക്സ് ലോ ഡിഫ്യൂഷൻ ലോസ് ബ്ലോക്ക് 4 യൂണിറ്റ് 15 വരുന്ന ഒരു ടോപ്പിക് ആണ്. ലൈൻ വ്യൂവർ ബർഗ് പ്ലോട്ട് ബ്ലോക്ക് 3 യൂണിറ്റ് 12 വരുന്ന ഒരു ടോപ്പിക് ആണ്. കാറ്റാലിസിസ് എന്ന ടോപ്പിക് ബ്ലോക്ക് 3 യൂണിറ്റ് 11 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഇതെല്ലാം 12, 11, 10, 9 അതായത് ഒരുപാട് തവണ 5 കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ആവറേജ് മാർക്കും അത്യാവശ്യം 5ഉം 6ഉം 4ഉം ആയിട്ട് വരുന്നുണ്ട്. സോ എന്താണ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഡാറ്റയുടെ ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഹയസ്റ്റ് റെക്കറന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് എൻസൈം കൈനറ്റിക്സും തെർമോഡൈനാമിക്സ് ഡെറിവേഷൻസും. മോഡറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ തിയറീസ്. ലോവർ റെക്കറൻസ് ഉള്ള ടോപ്പിക്സ് ആണ് കാറ്റാലിസിസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫിനോമിന. ഓക്കെ, വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. എങ്ങനെയാണ് ഓരോ ടോപ്പിക്സിനെയും സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മളൊരു 10 മാർക്ക് ക്വസ്റ്റ്യനിൽ, അതായത് നമ്മളിപ്പോ ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, 2 കൂടുതൽ തവണ ആ ഒരു ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് ആൻസർ ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കുക. ഒരു 10-12 മിനിറ്റ് കൊണ്ട് അതിന്റെ ആൻസർ എഴുതും കൂടെ ചെയ്യാം. നമുക്കിത് 12 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ എഴുതിയും കൂടെ നോക്കണം. ജസ്റ്റ് 1-2 തവണ ഒന്ന് എഴുതി നോക്കുക. 2 കൂടുതൽ തവണ essay ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഇനി കോൺസെപ്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഡെറിവേഷൻസ്, മാക്സ്വെൽ ഡെറിവേഷൻസ്, ഡിബൈ-ഹക്കൽ ഡെറിവേഷൻസ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടത് അതിനകത്ത് കീ ഇക്വേഷൻസ് ആണ്. സ്റ്റാർട്ടിങ് ഇക്വേഷൻ നമ്മൾ മെമ്മറൈസ് ചെയ്യണം. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൊടുത്ത് ചിലപ്പോൾ നമ്മൾ ചില ടേംസ് ക്യാൻസൽ ചെയ്യുന്നുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് കീ ആയിട്ടും നമുക്ക് ഒരു ഡെറിവേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അങ്ങനെ ചെയ്തു പോകാം. പിന്നെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ അത് ഓർക്കേണ്ടത്. സോ അങ്ങനത്തെ സ്റ്റെപ്സ് എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അങ്ങനെ ഇപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലംസ്,
ഗ്രാഫ്സ് ഒക്കെ പ്ലോട്ട് ചെയ്ത് പഠിക്കുന്ന സമയത്തും ഒന്നും കൂടെ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിനെ കൂടുതൽ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഓരോ ടോപ്പിക്കിന്റെയും പ്രൊബബിലിറ്റി ആണ് പറയുന്നത്. ബ്ലോക്ക് 1 ഹൈലി പ്രൊബബിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 1 ഗിബ്സ് ആൻഡ് ഹെൽമോൾട്സ് ഫംഗ്ഷൻ, മാക്സ്വെൽ റിലേഷൻ. യൂണിറ്റ് 2 പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റീസ് ആൻഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ. യൂണിറ്റ് 4 പാർട്ടീഷൻ ഫംഗ്ഷൻ ആൻഡ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. ഏകദേശം 85-70% പ്രൊബബിലിറ്റി വരുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ്, ഹൈലി പ്രൊബബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി മീഡിയം പ്രൊബബിലിറ്റി വരുന്ന ഒരു ടോപ്പിക് ആണ്, മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് സ്റ്റെർലിംഗ് അപ്രോക്സിമേഷൻ ആൻഡ് പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. 60% ആണ് അതിന്റെ പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. ഇനി ബ്ലോക്ക് 2 ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 7 കൊളീഷൻ ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. 80% വരുന്നുണ്ട്. എന്നാൽ അതിനകത്ത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് ക്രിസ്റ്റൽ ലാറ്റിസസ്, ബ്രാഗ് ലോ, ക്യൂരി വെയ്സ് ലോ, ലിഡ്മാൻ ആൻഡ് ഹിൻഷെൽവുഡ് തിയറീസ്. പിന്നെ ബ്ലോക്ക് 3 കൈനറ്റിക്സ് ആൻഡ് കറ്റാലിസിസ് എന്ന ബ്ലോക്കിലെ ഹൈ കാറ്റഗറി ടോപ്പിക്സ് ആണ് അഡ്സോർപ്ഷൻ, ഐസോതേംസ് ആൻഡ് കറ്റാലിസിസ് മെക്കാനിസം, മൈക്കിൾസ് മെന്റൻ കൈനറ്റിക്സ് ആൻഡ് ഇൻഹിബിഷൻ. 70-90% ആണ് പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. ബ്ലോക്ക് 4 ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് ഫിനോമിന എന്ന ബ്ലോക്കിനകത്ത് ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണ് ഡിബൈ ഹക്കൽ തിയറി. 85% പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്നുണ്ട്. മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് ആക്ടിവിറ്റി കോഎഫിഷ്യൻസ് ആൻഡ് ലിമിറ്റിംഗ് ലോ, ഫിക്സ് ലോ, ഡിഫ്യൂഷൻ ആൻഡ് വിസ്കോസിറ്റി, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. 60-65-45% ആണ് പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. സോ ആക്ച്വലി ഇവിടെ നമ്മൾ ഹൈ കാറ്റഗറി ടോപ്പിക്സ് ആദ്യം കവർ അതിലോട്ട് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരും. മീഡിയം കാറ്റഗറി ടോപ്പിക്സ് എങ്ങനെ കവർ ചെയ്യണം, ലോ കാറ്റഗറി ടോപ്പിക്സ് എങ്ങനെ കവർ ചെയ്യണം എന്ന കാര്യം ഞാൻ പറയാം. അതിന്റെ മുന്നായിട്ട് ഇപ്പം യൂണിറ്റ് 1 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം അതായത് ഗിബ്സ് ആൻഡ് ഹെൽമോൾട്സ് ഡെറിവേഷൻസ്, മാക്സ്വെൽ റിലേഷൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ലാസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റിയിട്ടുണ്ട്. യൂണിറ്റ് 2 എന്നുള്ള ക്വസ്റ്റ്യൻസും റെക്കറിംഗ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 2 to 3 മാർക്സിനെല്ലാം കെമിക്കൽ പൊട്ടൻഷ്യൽ, ഫ്യൂഗാസിറ്റി, ആ കാര്യങ്ങളൊക്കെ. അതുപോലെ യൂണിറ്റ് 4 പാർട്ടീഷൻ ഫംഗ്ഷൻസ്, ആ ഒരു ഭാഗത്തു നിന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് 4 തവണ കോൺസിക്യൂട്ടീവ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 7 ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസംബർ 2020 മുതൽ. പിന്നെ യൂണിറ്റ് 11ലെയും യൂണിറ്റ് 12ലെയും എൻസൈം കറ്റാലിസിസ് ആൻഡ് കറ്റാലിസിസ്, ഈ ഒരു ഭാഗം ഒരു 12 മാർക്സിന് എന്ത് ചെയ്യാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 13 ഡിബൈ ഹക്കൽ ഡെറിവേഷൻസ്, ആ ഒരു പെർട്ടിക്കുലർ പോർഷൻസ് എന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും അടുത്തടുത്തായിട്ടുള്ള ഒരുപാട് എക്സാംസിന് വന്നിട്ടുണ്ട്. സോ ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുമ്പോൾ മോർ ദാൻ 70% പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്ന ടോപ്പിക്സ് ആണ് ഹൈ പ്രൊബബിൾ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 1, 2, 4, 7, 11, 12, 13 എന്നുള്ളത്. സോ ഇത്രയും യൂണിറ്റ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്ത് നിന്നെല്ലാം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണോ അതുപോലെ തന്നെ പഠിക്കണം. വളരെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് തന്നെ വേണം ഹൈ പ്രൊബബിലിറ്റി ടോപ്പിക്സ് എന്നകത്ത്. അത് എന്ത് ചെയ്യണം, ഒരുപാട് തവണ നമ്മൾ റിവിഷൻ ചെയ്ത് നോക്കണം. മാക്സ്വെൽ ഡെറിവേഷൻസ്, അരീനിയസ് ഇക്വേഷൻ, ഡിബൈ ഹക്കൽ തിയറി, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനകത്ത് നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാനും ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തൊക്കെ കാര്യങ്ങൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് വേണ്ടിവരും. സോ അത്രയും ഡീപ്പ് ആയിട്ടുള്ള നോളജ് തന്നെ നമുക്ക് ഹൈലി പ്രൊബബിൾ ടോപ്പിക്സിനകത്ത് വേണം. ഇനി മീഡിയം പ്രൊബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ 40-69% പ്രൊബബിൾ ആവുന്ന ടോപ്പിക്സ് ആണ് മീഡിയം പ്രൊബബിലിറ്റി ടോപ്പിക്സ്. അതിനകത്ത് വരുന്ന യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 3, 5, 8, 14, 15, 16 ഈ യൂണിറ്റ്സ് എല്ലാം. സോ ഇതിനകത്ത് പഠിക്കുമ്പോൾ ഒരു ഷോർട്ട് എസ്സേക്കൊക്കെ പഠിക്കുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഉണ്ടാവണം. എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻസും ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക എന്നതിലുപരി ആ ഒരു ഇക്വേഷന്റെ കോൺസെപ്റ്റ് നമുക്ക് അറിയണം. അവിടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തിയറിക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിയണം. ലോ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുമ്പോൾ
എന്താണ് less than 40% probable ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ലോ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് എന്ത് ചെയ്യും, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനീഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും അപ്ലിക്കേഷൻസും കൂടെ നോക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞു ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 2 hour എക്സാം ആയിരിക്കും. ഔട്ട് ഓഫ് 50 ആണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 2 to 7 എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ കോൺസ്റ്റൻസും സ്യൂട്ടബിൾ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിംബൽസിനെല്ലാം എന്താണ്, യൂഷ്വൽ മീനിങ്സ് ആണ്. സോ അറ്റംപ്റ്റ് എനി 5 of the following. Write the differential form of Gibbs free energy for a closed system at constant composition and interpret the significance of each term. ഗിബ്സ് ഫ്രീ എനർജിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഗിബ്സ് ഫ്രീ എനർജിയെ കുറിച്ച് പറയുന്ന സമയത്ത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് എനി 5 of the following തന്നിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് A to H മുതൽ ഏതെങ്കിലും 5 അറ്റംപ്റ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗിബ്സ് ഫ്രീ എനർജി ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം at constant composition and interpret the significance of each term. Differential form of Gibbs free energy വേണം. അതുപോലെ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആവുമ്പം G is equal to U plus PV minus TS ആയിരിക്കും. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കാണിക്കുക. ഫസ്റ്റ് ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടുത്തെ സിഗ്നിഫിക്കൻസും കൂടെ പറയണം. സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ -SDT എന്താണ്, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. VDP എന്ന് പറയുന്ന ടേം എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ച് ആയിരിക്കും. സോ G എന്താണ്, നാച്ചുറൽ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ദെൻ second question, define partial molar volume. How is it related to the total volume of a binary solution? പാർഷ്യൽ മോളാർ വോളിയം എന്താണെന്ന് പറയാം. അതായത് VI is equal to dou V by dou NA at constant temperature, pressure and NJ. ഈ ബൈനറി സൊല്യൂഷൻ ആകുമ്പോൾ N1V1 plus N2V2 ആയിരിക്കും. നെക്സ്റ്റ്, state the Stirling approximation for factorials and mention one situation in statistical thermodynamics where it is useful. Stirling approximation എന്ന് പറയുന്നത് ln n factorial is approximately equal to n ln n minus n, where അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിലാണ്. മെയിൻ ആയിട്ടും എൻട്രോപ്പി എക്സ്പ്രഷൻസ്, ബോൾട്സ്മാൻ എൻട്രോപ്പി എല്ലാം ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് മെൻ ബൈ സ്റ്റെറിക് ഫാക്ടർ ഇൻ കൊളീഷൻ തിയറി ഓഫ് എ റിയാക്ഷൻ റേറ്റ്. സ്റ്റെറിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ P എന്താണ്, ഫ്രാക്ഷൻ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ്. ഒരു റിയാക്ഷൻ കറക്റ്റ് ഓറിയന്റേഷനിലാണെങ്കിൽ അവിടുത്തെ ഫ്രാക്ഷൻ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ് ആണ് സ്റ്റെറിക് ഫാക്ടർ എന്ന് പറയുന്നത്. വെർ K is equal to PZ e raised to minus EA by RT. നെക്സ്റ്റ്, state one key assumption of Debye-Huckel theory of a strong electrolyte. Debye-Huckel theoryയുടെ മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്സ് പോയിന്റ് ചാർജ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, സറൗണ്ടഡ് ബൈ അയോണിക് അറ്റ്മോസ്ഫിയർ. പിന്നെ അവിടെ വരുന്നത് എന്താവണം, ഹൈലി ഡയല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ ആവണം. അങ്ങനത്തെ ആ അസംഷൻസ് എന്ത് ചെയ്യാം, എല്ലാം കൊടുക്കാം. ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ ടേൺ ഓവർ നമ്പർ ഇൻ എൻസൈം കാറ്റാലിസിസ്. ടേൺ ഓവർ നമ്പർ TON എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ കൺവേർട്ടഡ് പെർ എൻസൈം മോളിക്യൂൾ പെർ യൂണിറ്റ് ടൈം. TON is equal to Vmax by concentration of E. Then the next question, write Fick's first law of diffusion and indicate the physical meaning of each term. Each symbol, Fick's law എന്ന് പറയുമ്പോൾ J is equal to minus D into dC by dx ആണ്. J flux, D diffusion constant, dC by dx എന്ന് പറയുന്നത് concentration gradient. Then homogeneous and heterogeneous. Distinguish between homogeneous and heterogeneous catalysis. Key points എല്ലാം include ചെയ്യണം. Same phase ആണ്, different phase ആണ്. Examples, acid catalysis, Fe in Haber process. അങ്ങനെ key examples applications എന്ത് ചെയ്യുക, അതിനകത്ത് include ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. Okay, next question, 2 mark question ആണ്. Derive an expression relating chemical potential of a component in an ideal solution to its mole fraction. So Gibbs chemical potential derivation ആണ് ചോദിച്ചിട്ടുള്ളത്. കോമ്പോണന്റ് ഇൻ ആൻ ഐഡിയൽ സൊല്യൂഷനിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ. സോ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്താണ്, μI is equal to μI0 plus RT ln chi1 ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ. പിന്നെ എന്ത് ചെയ്യുക, ഇത് നമുക്ക്
ഡി ജി is equal to സിഗ്മ മ്യൂ ഐ ഡി എൻ ഐ വെച്ചിട്ട് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ വൈ ഗിബ്സ് ഫ്രീ എനർജി ഈസ് സ്യൂട്ടബിൾ ഫോർ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഫോർ പ്രോസസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഗിബ്സ് ഫ്രീ എനർജിയെ കുറിച്ചാണ്. അപ്പൊ ഗിബ്സ് ഫ്രീ എനർജി കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഡെൽറ്റ ജി <0 ആകും. പ്രോസസ് സ്പോണ്ടേനിയസ് പ്രോസസ് ആകും. ജി പ്രഡിക്ട് ചെയ്യുന്നത് ഡയറക്ഷൻ ആൻഡ് ഇക്വിലിബ്രിയം ആണ്. Then a solution is prepared by mixing 1 mole of liquid A, 2 mole of liquid B. At this composition, the partial molar volume of A and B are 42 centimeter cube per mole and 18 centimeter cube per mole respectively. Calculate the total volume of solution and volume of mixing. Okay, problem question ആണത്. സോ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം, വോളിയം ഓഫ് മിക്സിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ അറിയാവുന്ന കാര്യം ഒന്ന് എൻ എ അറിയാം, നമ്പർ ഓഫ് മോൾസ് 1 മോൾ ആണ്, വി എ 42, എൻ ബി 2 മോള്, വി എ വി ബി 18. സോ വി is equal to 1 into 42 plus 2 into 18, 78 centimeter cube എന്ന് കിട്ടും. ഈ വോളിയം ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് ഡെൽറ്റ വി മിക്സ് is equal to വി സൊല്യൂഷൻ മൈനസ് വി എ പ്ലസ് വി ബി. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് at 298 Kelvin, the standard Gibbs free energy change for a reaction is minus 12 kilojoule per mole. Calculate the equilibrium constant and comment on the spontaneity of reaction. Okay, so equilibrium constant delta G0 is equal to minus RT ln K, where K is equal to E raised to minus delta G0 by RT. Delta G0 negative ആണെങ്കിൽ reaction spontaneous ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻസും വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ സിസ്റ്റം ഓഫ് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് പാർട്ടിക്കിൾസ് ഓവർ 2 എനർജി ലെവൽസ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഈച്ച് ഫാക്ടർ ഇൻ എക്സ്പ്രഷൻ. മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനാണ് W is equal to n factorial by n1 factorial into n2 factorial. ആ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാം, നമുക്കിത് കണ്ടുപിടിക്കാം. Next, starting from Boltzmann distribution, write the ratio of population in 2 energy levels separated by an energy gap delta at temperature T. Boltzmann distribution എന്ന് പറയുന്നത് n2 by n1 is equal to e raised to minus delta E by KT അല്ലെ. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ട്രാൻസ്ലേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ 1 mole of an ideal monoatomic gas confined to a volume of 0.05 meter cube at 300 Kelvin. Take the molar mass 40 gram per mole and Avogadro number 6.02 into 10 raised to 23 mole. സോ ഇതെന്താണ്, ട്രാൻസ്ലേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ Q trans is equal to 2 pi m KT by H square raised to 3 by 2V. ഓക്കെ, അത് വെച്ച് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. നെക്സ്റ്റ്, 3 non-degenerate energy levels have energies 0, epsilon and 2 epsilon for a system of 2 indistinguishable particles. Enumerate the possible distribution of particles among levels and indicate which distributions the maximum number of microstates at moderate temperature. Justify briefly. So maximum number of microstates occur ചെയ്യുന്നുണ്ടാവുക when particles are distributed among energy levels ആണ്, not all in lowest or highest energy levels. Okay, ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ. Next, define Miller indices. Determine the Miller indices of a plane that cut the crystallographic axis at A, 2B and infinity C. So intercept നമുക്കറിയാം A, 2B, infinity C ആണ്. അതിന്റെ റെസിപ്രോക്കൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും, 1, 1/2, 0 ആയിരിക്കും. സോ മില്ലർ ഇൻഡിസസ് 2, 1, 0 എന്ന് കിട്ടും. ഓക്കെ, then explain why Bragg's law is central to interpretation of X-ray diffraction data from crystals. Bragg's law എന്താണ്, n lambda is equal to 2d sin theta. അതിനകത്ത് n എന്താ, lambda എന്താ, 2d എന്താ, തീറ്റ എന്താ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് 2d എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. Then a cubic crystal has lattice parameter 0.420 nanometer. Calculate the interplanar distance for the 211 planes. So DHKL എന്താ, A divided by square root of H square plus K square plus L square. So D211 എന്ന് പറയുമ്പോൾ A തന്നിട്ടുണ്ട് 0.420 നാനോമീറ്റർ ആണ്. സോ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സേഫ്.
അല്ലെങ്കിൽ ആൻസറും നാനോമീറ്ററിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ 0.420 ഡിവൈഡഡ് ബൈ √6 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കമ്പയർ ദ കൊളീഷൻ തിയറി ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി വിത്ത് റെസ്പെക്ട് ടു ദ നേച്ചർ ഓഫ് ആക്ടിവേറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ദി റേറ്റ് ഓൺ ടെമ്പറേച്ചർ. അപ്പം കൊളീഷൻ തിയറി ഹാർഡ് സ്പിയർ മോഡൽ ആണ്, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, കൊളീഷൻ തിയറി ആണെങ്കിൽ എംപിരിക്കൽ ആയിരിക്കും, മറ്റേ തെർമോഡൈനാമിക് ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യാം, 2 കോളം വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്ങനെയാണ് അത് ആക്റ്റീവ് സ്റ്റേറ്റിനനുസരിച്ച്, ആക്റ്റീവ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ പറയണം. ദെൻ 5th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് റേറ്റ് ലോ പ്രെഡിക്റ്റഡ് ബൈ ലിഡ്മാൻ മെക്കാനിസം ഫോർ എ യൂണിമോളിക്കുലർ റിയാക്ഷൻ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ഇൻഡിക്കേറ്റ് ഹൗ ദി ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് എഫക്റ്റഡ്. ലിഡ്മാൻ മെക്കാനിസം റേറ്റ് ബിക്കംസ് ഫസ്റ്റ് ഓർഡർ അല്ലെ, സോ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ആയിട്ട് മാറും. പിന്നെ അത് എന്ത് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ്, ഇൻ ഹിൻഷൻവോൾഡ് ട്രീറ്റ്മെന്റ് ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻ വൈ ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈബ്രേഷണൽ എനർജി എമംഗ് മോളിക്യൂൾസ് ഇമ്പോർട്ടന്റ്. സോ ഹിൻഷൻവോൾഡ് തിയറിയിൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ എമംഗ് വൈബ്രേഷണൽ മോഡ് ഡിറ്റർമിൻസ് റിയാക്ഷൻ പ്രോബബിലിറ്റി. ആ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. Then briefly describe the stopped flow method for studying fast reactions in solution. Comment on the time scale accessible to this technique. സ്റ്റോപ്ഡ് ഫ്ലോ മെത്തേഡ് ഫാസ്റ്റ് റിയാക്ഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ടൈം സ്കെയിൽ മില്ലി സെക്കൻഡ്സ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. എ റിയാക്ഷൻ ഒബേസ് ദി അരീനസ് ഇക്വേഷൻ വിത്ത് ആക്ടിവേഷൻ എനർജി EA. The rate constant doubles when temperature is raised from 300 Kelvin to 312 Kelvin. Calculate EA. EA എന്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്, ലോൺ K2 by K1 എന്ന് പറയുന്നത് EA by R into 1 by T1 minus 1 by T2 ആണ്. സോ T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, നമുക്ക് EA ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതെന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് നിന്ന് EA സോൾവ് ചെയ്തെടുത്താൽ മതി ഈ ഒരു ക്വസ്റ്റിനകത്ത് നിന്ന്. ദെൻ 6th ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇന്റഗ്രേറ്റഡ് മൈക്കിൾസ്-മെന്റൻ ഇക്വേഷൻ rate expression for the chemical rate of enzyme catalyzed reaction in terms of substrate concentration and parameter. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്, മൈക്കിൾസ്-മെന്റൻ ഇക്വേഷന്റെ റേറ്റ് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ്. സോ E plus S gives ES which gives E plus product. അതൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയിട്ട് ആ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുത്താൽ മതി. Next, explain with the help of a simple scheme how non-competitive inhibitors affect the value of VMA and Km. V maximum ആണത്. സോ V maximum എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യും, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണെങ്കിൽ V maximum ഡിക്രീസ് ചെയ്യായിരിക്കും, Km അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കും. ആ കാര്യം എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. Then a catalytic reaction on a solid surface follows a Langmuir-Hinshelwood mechanism. Explain qualitatively how the rate varies with the reactant pressure, low coverage and near saturation coverage. Catalytic reaction on a solid surface ആണ് Langmuir-Hinshelwood mechanism. Low coverageലും saturation coverageലും എങ്ങനെയായിരിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ലോ പ്രഷർ ആവുമ്പം റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ്, ഹൈ പ്രഷർ ആവുമ്പോൾ റേറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണ്. ഈ 2 കീ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ അത് എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ്, ഗീവ് എനി 2 characteristics features that distinguish enzymatic catalysis from heterogeneous solid catalysis. എൻസൈംസ് എന്ന് പറയുമ്പോൾ ഹൈലി സ്പെസിഫിക് ആണ്, മൈൽഡ് കണ്ടീഷൻ മതി. സോളിഡ് കാറ്റാലിസിസ് ആണെങ്കിൽ നോൺ സ്പെസിഫിക് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചർ വേണം. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് Debye-Huckel limiting law for the mean activity coefficient of a 1:1 electrolyte and define all symbols used. 1:1 ഇലക്ട്രോലൈറ്റഡ് Debye-Huckel ലിമിറ്റിംഗ് ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ log gamma plus minus is equal to -A√I. A എന്താണ്, I അയണിക് സ്ട്രെങ്ത് ആണ്, A Debye-Huckel കോൺസ്റ്റന്റ് ആണ്, ഗാമ പ്ലസ് മൈനസ് എന്ന് പറയുന്നത് മീൻ അയണിക് ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ആണ്. Okay, next, a 1:2 electrolyte ionic solution has ionic strength I is equal to 0.02 mole per kilogram. Calculate contribution of each ionic species in ionic strength. 1:2 ഇലക്ട്രോലൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, അയണിക് സ്ട്രെങ്ത്തും തന്നിട്ടുണ്ട്. പിന്നെ ഓരോ അയണിക് സ്പീഷീസിനും അയണിക് സ്ട്രെങ്ത്തിലോട്ടുള്ള കോൺട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1:2 ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നുണ്ടാവുക, Ma2 gives M2 plus 2A- ആയിരിക്കും. സോ അയണിക് സ്ട്രെങ്ത്തിന്റെ ഫോർമുല I is equal to 1/2 into sigma CI ZI square ആണ്.
കോൺസെൻട്രേഷനെ നമ്മൾ സി എന്ന് കൺസിഡർ ചെയ്താൽ അയൺ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടാവുക 1/2 ഇൻറ്റു സി ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 2c എന്ന് കിട്ടും. പിന്നെ ചാർജ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക 1/2 ഇൻറ്റു 2c ഇൻറ്റു 1 സ്ക്വയർ വെച്ചിട്ട് സോ 1c എന്ന് കിട്ടും. സോ ഐ നമുക്ക് എന്ത് കിട്ടും 3c എന്ന് കിട്ടും. പിന്നെ ഐ തന്നിട്ടുണ്ട് 0.020 ആണ്. സോ ഐ ഇസ് ഈക്വൽ ടു ഐ തന്നിട്ടുണ്ട് 0.020 ആണ്. സോ നമുക്ക് സി എങ്ങനെ കണ്ടുപിടിക്കാം 0.020/3 ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി കർവേച്ചർ ഓഫ് ദി കോൺസെൻട്രേഷൻ ഡിസ്റ്റൻസ് പ്രൊഫൈൽ. ഫിക്സ് സെക്കൻഡ് ലോ ആണ് പറയുന്നത്. സോ ഡോ സി ബൈ ഡോ ടി is equal to d ഇൻറ്റു ഡോ സ്ക്വയർ സി ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. സി എന്താണ് കോൺസെൻട്രേഷൻ, ടി ടൈം, എക്സ് ഡിസ്റ്റൻസ്, ഡി ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഹയർ കർവേച്ചർ ആണെങ്കിൽ ഫാസ്റ്റർ ഡിഫ്യൂഷൻ, ഫ്ലാറ്റ് പ്രൊഫൈൽ ആണെങ്കിൽ നോ നെറ്റ് ഡിഫ്യൂഷൻ. കർവേച്ചർ ആക്ച്വലി എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ആ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാം വിത്ത് ഡിസ്റ്റൻസ്, അതാണല്ലോ കാണിക്കുന്നത്. In an electrolyte solution, distinguish between ionic mobility and molar conductivity. How does each quantity vary qualitatively with concentration? Ionic mobility എന്താ, molar conductivity എന്താ, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. Ionic mobility, speed of ion under electric field. Molar conductivity, conductance of 1 mole electrolyte. When ionic mobility decreases slightly with increased concentration, molar conductivity decreases sharply with increased concentration. Molar mobility decrease due to increased ionic atmosphere. മോളാർ കണ്ടക്ടിവിറ്റിയുടെ കാര്യം എഴുതുക. പിന്നെ അതെങ്ങനെ ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും വാരി ചെയ്യുന്നു എന്നും കൂടെ വിത്ത് കോൺസെൻട്രേഷൻ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഓവറോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസിന് അപ്പിയർ ചെയ്യണം, ഏതൊക്കെ കീ പോയിന്റ്സ് കവർ ചെയ്യണം, ആ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, വളരെ കോൺഫിഡന്റ് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട്, സ്ട്രെസ് ടെൻഷൻ അടിച്ചാൽ പഠിച്ച കാര്യങ്ങളും മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഓരോ പോർഷൻസും പഠിക്കുക. വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാംസ് എല്ലാം അപ്പിയർ ചെയ്യുക. ഓക്കെ, ഈ എക്സാം എഴുതുന്ന ഡിസംബറിൽ എക്സാം എഴുതുന്ന എല്ലാ ലേണേഴ്സിനും എന്ത് ചെയ്യാം, എല്ലാ ലേണേഴ്സിനും ഫ്രം ദി ഹോൾ ലേൺ വൈസിന്റെ ഹോൾ ടീമിന്റെ ഭാഗത്ത് നിന്ന് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.